ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇന്ന് രാവിലെ 6:30 to 12:30 വരെയാണ് ഡ്യൂട്ടി ഉള്ളത്. ഇവിടെ നോമ്പൊക്കെ ആയ കാരണം ഡ്യൂട്ടി ടൈമൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ കോഫിയൊക്കെ കുടിച്ച് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണി എഴുന്നേറ്റിട്ടോ. അപ്പോൾ ഞാൻ അവനെ ഉറക്കി വന്നിട്ടാണ് പിന്നെ ടീ കുടിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കട്ടൻ കുടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണല്ലേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കട്ടനൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കണം. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഉള്ളിക്ക് പിന്നെ ദോശ, അതിന് മെയിനാണ് ദോശ. പിന്നെ അവന് ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവൻ ഹാപ്പി ആവും. അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവന് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും അങ്ങനെ. അപ്പോൾ അത് ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് ഇങ്ങനെ മുളപ്പിച്ചതാണ് കേട്ടോ, തോരൻ വയ്ക്കാനായിട്ട്. മുളപ്പിച്ച പയറൊക്കെ നല്ലതാണല്ലോ. ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടെ മുള വന്നു കഴിഞ്ഞാൽ തോരൻ വയ്ക്കാനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ കൂന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചൂടുള്ള വെള്ളമൊക്കെ വെച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് സിട്രസിനെ കുളിപ്പിച്ച് അവന് ദോശയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏട്ടൻ ഉച്ചയ്ക്ക് വരുന്ന കാരണം ഫുഡൊക്കെ വേഗം ഉണ്ടാക്കണം. ഇവനൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരുവിധം ടൈമായിട്ടാണ്. ഞാൻ വേഗം തന്നെ ഇവന് ദോശയൊക്കെ കൊടുത്തിട്ട് വേഗം തന്നെ അടുക്കളയിൽ കയറി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാനായിട്ട്. ഏട്ടൻ വരുമ്പോഴത്തേനും വിശന്നിട്ടൊക്കെയാണ് വരിക, കാരണം രാവിലെ പോകുമ്പോൾ കഴിച്ചിട്ടല്ല പോണേ. അപ്പോൾ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വിശന്നിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ വേഗം തന്നെ അപ്പോൾ ആ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും സിട്രസൊക്കെ വന്ന് ഒക്കത്തിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സാമ്പാർ, കൂന്തലും റോസ്റ്റ്, നമ്മൾ സാമ്പാറും വെക്കാൻ കേട്ടോ. അപ്പോൾ സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ കൂന്തൽ ഇതാ നമ്മുടെ ചട്ടിയിലൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ കൂന്തൽ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ഇങ്ങനെ മസാലക്കിട്ടാണ് ഇതായതപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോളയും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടനൊക്കെ വന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കായിരുന്നു. അപ്പോൾ ആ സാമ്പാറുണ്ട്, കൂന്തൽ റോസ്റ്റ് ഉണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മറ്റേ ഉണക്കമീൻ്റെ പൊടി, മീൻചമ്പുളി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതായിട്ട് അവനെ വായൊക്കെ കഴുകിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴത്തേനും പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. നമുക്ക് ഈ ഫുഡ് കഴിച്ച പാത്രങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ വേസ്റ്റ് കളയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കൊണ്ട് കളയാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സിട്രസ് പിന്നെ ഏട്ടനെ കിട്ടി കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈം ഏട്ടനെ കൂടെ നടന്നോളും. അതുവരെ എൻ്റെ കൂടെ അങ്ങനെ ഒട്ടി നടക്കുകയെങ്കിൽ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഏട്ടനെ കൂടെ ആയിരിക്കും. അങ്ങനെ അവർ രണ്ടാളും കൂടെ വേസ്റ്റൊക്കെ കളയാൻ പോവാണ് കേട്ടോ. കണ്ടോ, അപ്പയുടെ പിന്നാലെ ഇങ്ങനെ പൊക്കോളും. അവർ രണ്ടാളും നല്ല സെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്ന ടൈം ആകുമ്പോൾ മാത്രമേ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ കേട്ടോ. അതുവരെ ഇങ്ങനെ നടന്നോളൂ. ഇടയ്ക്കിട്ട് നല്ലതല്ലായിരിക്കും, അതൊക്കെ കാര്യമാക്കില്ല എങ്കിലും പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ രണ്ടാളിങ്ങനെ കൂട്ടായിട്ട് പോകും. അപ്പോൾ നമ്മളിന്ന് വിചാരിക്കണം ഉച്ച കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ കൊച്ചിനെ കൊണ്ട് പാർക്കിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവനിങ്ങനെ മടുപ്പാവുണ്ട് അങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ ഇതാ അവർ വേസ്റ്റൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും ഞാനും കൂടെ പോയിട്ട് അവിടെ എന്താ പറയുക ആളയിലിടില്ലോ, അപ്പോൾ അതിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ട് എടുത്ത് കൊടുക്കുകയാണ് ഏട്ടന് ഇടാനായിട്ട്. അതെല്ലാം കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എന്തായാലും ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് പാർക്കിൽ പോകാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ സ്ട്രോബെറിക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊക്കെ പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ കണ്ടോ സ്ട്രോബെറി വാങ്ങിയപ്പോൾ നല്ല ഫ്രഷ്നെസ്സൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ എത്തി 2 ദിവസമായിട്ടുണ്ടാവും. 2 ദിവസം ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഇതായ പോലെയായി. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സിട്രസ് പാർക്കിൽ പോകണ എക്സൈറ്റ്മെൻറ്റിൽ വേഗം തന്നെ നടക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല, ആകെ ഓറഞ്ച് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. നമ്മൾ മാക്സിമം കഴിക്കാനൊക്കെ കൊടുക്കാൻ നോക്കും, എൻ്റെ ഇതൊക്കെ കഴിക്കില്ല. പിന്നെ പഴമൊന്നും കണ്ണിന് നേരെ കണ്ടോടോ, ഒന്നും കഴിക്കില്ല, ഓറഞ്ച് മാത്രമേ കഴിച്ചു. അതിനും ഓരോ മൂടുണ്ട് കേട്ടോ. മൂട് പിന്നെ കഴിക്കാനുള്ള മൂടാണെങ്കിൽ മാത്രം കഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞും. പിന്നെ കുറച്ച് നേരം മരുന്നും സിട്രസും കൂടെ വണ്ടിയൊക്കെ ഉന്തി കളിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ കാറൊക്കെ ഉന്തി കളിക്കുന്നുണ്ട്. അവനിങ്ങനെ വണ്ടികളൊക്കെ ഓടിപ്പിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടനാകുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇരിക്കും. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഓടിച്ച് കളിക്കാൻ അത്ര നേരം ക്ഷമയൊന്നുമില്ല. അപ്പോൾ ഏട്ടനാകുമ്പോൾ ഇരുന്നിങ്ങനെ കളിച്ചോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കളി കഴിഞ്ഞാൽ നമ്മൾ പാർക്കിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. നടക്കുന്ന ഏരിയ ആണെങ്കിൽ നല്ല ഏരിയ ആണ് കേട്ടോ. അപ്പോൾ സിട്രസ് ആണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല, നല്ല കുറുമ്പാണ്. റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ളോട്ടാണ് നിൽക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സിട്രസിനെയും കൊണ്ട് പാർക്കിലോട്ട് പോകാട്ടോ അല്ലേ. അതുപോലെ ഫുള്ള് ഇങ്ങനെ ഓട്ടാണ് കേട്ടോ. നടക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല, നടക്കറിയാത്ത പോലെയാണ്. ഫുള്ള് അവിടെ എത്തുന്ന ഒരോട്ടം തന്നെയായിരുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകണമായിരുന്നു. അപ്പോൾ ആ കിളീനെ കണ്ടപ്പോൾ അവിടെ നിന്നതാട്ടോ. പിന്നെ ഈ വണ്ടികളുടെ ടയറുമൊക്കെ ചെളി പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവൻ പറയും താനാൻ പോയിട്ട് പൈപ്പ് എടുത്തിട്ട് വന്നിട്ട് ചെളി കഴുകി കളയാൻ. ഇങ്ങനെ ചെളി കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥത വണ്ടികളുടെയൊക്കെ. അങ്ങനെ ഇവിടെ കുറേ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ വീട് കാണാൻ നല്ല, ഈ വീട് ഇവിടുത്തെ ഒരു അറബിയുടെ വീടാട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്, നമ്മുടെ സിനിമയ്ക്കൊക്കെ സെറ്റ് ചെയ്ത പോലെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ വഴിക്കൂടെയൊക്കെയാണ് കേട്ടോ പോകേണ്ടത്. ഈ
ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അറബി വീടിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. അത് കാരണം നല്ല സൈലൻറ്റ് ഏരിയ ആണ്. ഒരു പ്രത്യേക ഒരു പോകുമ്പോൾ തന്നെ നല്ലൊരു ഏരിയ കേട്ടോ, കാണാൻ തന്നെ നല്ല രസമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് വേഗം പോകുന്നുണ്ട് കേട്ടോ, സിട്രസിനെ കൊണ്ട്. പിന്നെ ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കാറുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതൊക്കെ കൊണ്ടോ, ഇതൊക്കെ അറബി വീടുകൾ തന്നെയാണ്. സിട്രസിനാണ് മൂടാനായിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ, അവരുടെ വീടിൻ്റെ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ കൂടെ കൂടാം. പിന്നെ ഈ ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അവിടെ ഫുൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. ഒക്കെ ഇതിൽ നിറയെ പൂവൊക്കെ ഉണ്ടായിരിക്കണം കാണാം. ഇതാ കണ്ടോ, നല്ല മഴക്കാർ വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ സൂര്യൻ ഒളിഞ്ഞ് നോക്കുന്നത് കണ്ടോ, അത് ഞാൻ എടുത്തതാട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ പാർക്കിലൊക്കെ എത്തി. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നല്ല നല്ല കളേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സിട്രസ് അവൻ്റെ പണി തുടങ്ങി. അവിടെ വെച്ചതാ ഇതല്ല കേട്ടോ ആദ്യം കയറിയത്. ഫസ്റ്റ് കയറി 2 കറക്കം ഇറങ്ങിയപ്പോൾ അത് മതിയായി. പിന്നെ അടുത്തേൽ കയറി. പിന്നെ അവിടെ വെച്ച് അവനൊരു ഫിലിപ്പീൻസ് കുട്ടീനെ കണ്ടു കേട്ടോ. അവൻ്റെ കയ്യിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പം കിട്ടണം. അപ്പോൾ അത് വാങ്ങി കുറച്ച് നേരമൊക്കെ കളിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടാട്ടോ പോയത് കണ്ടോ. അത് കഴിഞ്ഞ് ഊഞ്ഞാലിലാടി. നമുക്കിങ്ങനെ എല്ലാ ഇതിൻ്റെയും അടുത്ത് ഇങ്ങനെ ഇതേപോലെ പാർക്കൊക്കെ ഉണ്ടാവും കേട്ടോ, നമുക്കിങ്ങനെ പിള്ളേർക്ക് കൊണ്ട് കളിക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഈ ഓടി പോകുന്നത് മറ്റേ കൊച്ചിൻ്റെ അടുത്തേക്കാണ് കേട്ടോ, വണ്ടി എടുക്കാനായിട്ട് പോകുന്നത്. അതാ ഈ വണ്ടികളാണ് കേട്ടോ, കുട്ടിയുടെ വണ്ടി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കളിക്കുകയാണ്. അവനും പറയണത് ഇങ്ങനത്തെ വണ്ടി തനക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കണം. അതെല്ലാം കഴിഞ്ഞ് നമ്മളത് തിരിച്ചാവുന്നൊരു സമൂസയൊക്കെ വാങ്ങി, കടയിൽ നിന്ന് സമൂസയൊക്കെ വാങ്ങി തിരിച്ചു പോകും. അപ്പോൾ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്നാട്ടോ നമ്മൾ സമൂസ വാങ്ങി. അവിടുത്തെ സമൂസ സൂപ്പറാണ്. അത് കഴിഞ്ഞതാണ് നമ്മൾ കണ്ടോ ഈ 2 അറബി വീടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകണത്. നമ്മുടെ നാട്ടിലത്തേക്ക് മുരിങ്ങയുണ്ടല്ലോ, മുരിങ്ങയാട്ടോ നിറയെ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. മുരിഞ്ഞക്കോലും ഉണ്ട് കേട്ടോ, അങ്ങനെ ചെറിയ ചെറിയ മുരിഞ്ഞക്കോലൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമില്ല. ഇത് 2 അറബി വീടിൻ്റെയും സെൻറ്റർ പോർഷനാണ്. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു പാർക്കിലൊക്കെ ചെന്ന് റെസ്റ്റ് കിട്ടും. അവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ചിലപ്പോൾ വർക്ക് ചെയ്യണവർക്ക് അങ്ങനെ ആർക്കെങ്കിലും ആയിരിക്കാം. അതാ ഇതേപോലെ. പിന്നെ ഇന്ന് നോക്കുമ്പോൾ മാവാണ് കേട്ടോ, മാവൊക്കെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മഞ്ഞ ഇല ഫുള്ളിങ്ങനെ ഉണങ്ങി ഇങ്ങനെ വീണ് കിടക്കണം, കാണാനൊക്കെ നല്ലൊരു വൈബാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ തിരിച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.